വി ആർ അനൂപ്, ഇവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മോദി നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ ഇലക്ഷൻ നടക്കുമ്പോൾ വനിതാ സംവരണ ബില്ല് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടുക്കുന്നു ഇവർ, വനിതകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ പോലുള്ള വൈകാരിക വാചകങ്ങൾ പറയുന്നു, വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു, അഗ്രസീവ് ലൈൻ വിടുന്നു. എന്ന് വെച്ചാൽ ഒരു 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 ഇലക്ഷൻ സമയത്ത് മോദി ഒരു കുടുക്ക് വയ്ക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ടെന്നേ. ഈ പറയുന്ന ഇപ്പോൾ വലിയ കുറ്റകൃത്യമായിട്ടാണ് റിസർവേഷനകത്ത് റിസർവേഷനെ BJPയുടെ പ്രതിനിധി അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ 40% വരുന്ന OBCകളുടെ പ്രതിനിധാനാവകാശത്തെക്കുറിച്ചാണ് ആ കൺസേൺ എന്ന് പറയുന്നത്. സ്ത്രീ എന്ന് പറയുന്നത്, വനിതകൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെന്നേ. അതിനകത്തെ വ്യത്യസ്തതകളെ, ബഹുസ്വരതകളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയിലാണ് സംവരണത്തിനകത്തെ സംവരണം. ഈ ഉപസംവരണം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് പുതിയ കാര്യമല്ല. ലോകത്തെല്ലായിടത്തും സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ അത് ഉന്നയിക്കപ്പെടുമ്പോൾ ഈ സാമൂഹിക നീതിയെക്കുറിച്ച്, സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ OBCകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു OBC ആണ്, ഞാനൊരു പിന്നോക്കക്കാരനാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നരേന്ദ്രമോദി എക്സ്പോസ്ഡ് ആവുന്ന സാഹചര്യവും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് കൃത്യമാണ്. കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് വെക്കുന്ന ഒരു OBC രാഷ്ട്രീയത്തിന്റെ കൂടി തലത്തിൽ നിന്ന് വേണം അതിനെ പരിശോധിക്കാൻ. ആ നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുക. ഇന്നും പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് രാഷ്ട്രീയമായി മറുപടി പറയുന്നതിന് പകരം കോൺഗ്രസ് നേതാക്കളെ വ്യക്തിപരമായി കടന്നാക്രമിച്ചതുകൊണ്ടൊന്നും അതിനകത്തെ രാഷ്ട്രീയത്തെ നിഷേധിക്കാൻ കഴിയില്ലെന്നുള്ള ഉത്തമമായ ബോധ്യം കോൺഗ്രസിനുണ്ട്.